ലേണിംഗ് നിങ്ങളുടെ സ്വന്തം അരുമ മിസ് ആണേ. അപ്പോൾ ദാ മക്കളെ ക്രിസ്മസ് എക്സാം തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു അല്ലേ. ഓരോ ചാപ്റ്റർ ആയിട്ട് EVS-ൻ്റെത് നമുക്ക് പഠിക്കേണ്ടേ. അപ്പോൾ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള പാഠഭാഗമായിട്ടുള്ള ഫുഡ് ആൻഡ് ഹെൽത്ത്, ആഹാരവും ആരോഗ്യവും എന്നുള്ള ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് പഠിച്ചു വെക്കും അല്ലേ. പലതരത്തിലുള്ള ക്വസ്റ്റ്യനും ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. യെസ്, അപ്പോൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ മിസ് പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു സാലഡ് നോക്കിക്കഴിഞ്ഞാൽ ആ സാലഡിനകത്ത് പലതരത്തിലുള്ള പച്ചക്കറികൾ കാണാൻ വേണ്ടി പറ്റും. ചില ആളുകൾ സാലഡിനകത്ത് മുട്ട ചേർക്കാറുണ്ട്, ചില ആളുകൾ അതിൻ്റെ അകത്തേക്ക് ചിക്കൻ ചേർക്കാറുണ്ട് അല്ലേ. പല വസ്തുക്കളും നമുക്ക് സാലഡിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. അപ്പൊ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ കഴിക്കുന്നതെന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതും അല്ലെ. നിങ്ങൾ അതിൽ പച്ചക്കറികളുടെ പേര് എഴുതും, അതേപോലെ തന്നെ നിങ്ങൾ അതിനകത്ത് അല്ലെ പഴവർഗ്ഗങ്ങളുടെ പേര് എഴുതും, പിന്നെ നിങ്ങൾ അതിനകത്ത് മുട്ടയുടെ പേര് എഴുതും, മത്സ്യങ്ങളുടെ പേര് എഴുതും, മാംസങ്ങളുടെ പേര് എഴുതും അല്ലെ, കിഴങ്ങുകളുടെ പേര് എഴുതും അല്ലെ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എഴുതണം എന്നതാണ് മിസ് പറയുന്നത് അല്ലെ. അപ്പോൾ പച്ചക്കറികളുടെ പേരുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് തരത്തിലുള്ള പച്ചക്കറികളുണ്ട് അല്ലേ. തക്കാളി ഉണ്ട്, ഉള്ളിയുണ്ട്, മുളകുണ്ട്, പാവലുണ്ട്, ബ്രിഞ്ചാളുണ്ട് അല്ലേ, കുക്കുംബർ, ഗാർലിക്, പൊട്ടറ്റോ, ഓണിയൻ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് പരിചിതമല്ലേ. അപ്പോൾ പച്ചക്കറികളുടെ പേരുകൾ കൃത്യമായിട്ട് എഴുതാൻ പഠിച്ചിരിക്കണം. അതേപോലെ ഈ കാണുന്നത് എന്താണ്, ഇത് കുറേ കൂട്ടുകാർക്ക് അല്ലേ കുറച്ച് സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്താ ഇവിടെ കാണുന്നത്, ഇതൊക്കെ സിറിയൽസ് ആണ്, ധാന്യങ്ങളാണ് അല്ലേ. എന്താ സിറിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിറിയൽ ഈസ് എ ഗ്രാസ് കൾട്ടിവേറ്റഡ് ഫോർ ഇറ്റ്സ് എഡിബിൾ ഗ്രെയിൻ. They include rice, wheat, oats, barley, millet, maize. അപ്പോൾ ചോളം, ബാർലി, അരി ഇതൊക്കെ എന്താണ്, ധാന്യങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളാണ് നമ്മുടെ പലപ്പോഴും വലിയ ഊർജം തരുന്നത്. അപ്പോൾ ധാന്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ചെറുധാന്യങ്ങളുടെ പേര് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, മില്ലറ്റ്സ് ഉണ്ട്, ഫിംഗർ മില്ലറ്റ്സ്, ഫോക്സ് ടെയിൽ, കുഡോ മില്ലറ്റ്സ്, ലിറ്റിൽ മില്ലറ്റ്സ് അല്ലേ, ചാമ, തിന, കമ്പം, ഇങ്ങനെ പേരുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അടുത്തതായിട്ടാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്ലേ. ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു കാറ്റഗറി തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഉരുളക്കിഴങ്ങിനൊക്കെ പറയാറുണ്ടെങ്കിൽ അല്ലേ, കിഴങ്ങുകൾ എന്നുള്ളത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് ഓർത്ത് വെക്കുക. യെസ്, അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ജലം അല്ലേ. യെസ്, വളരെ പ്രധാനപ്പെട്ട ഡ്രിങ്കിങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക, ആ ഒരു നല്ല രീതിയിലുള്ള ഡ്രിങ്കിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും എത്ര വെള്ളം കുടിക്കുന്നു എന്നുള്ളത് നമ്മൾ ആരോഗ്യവാനായിരിക്കുന്നുണ്ടോ എന്നുള്ളതിന് തീരുമാനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം നിങ്ങളോട് പറയുന്നത് 6 മുതൽ 8 ഗ്ലാസ് വരെയുള്ള വെള്ളം എല്ലാ ദിവസവും കുടിക്കണം. ഭക്ഷണത്തോടൊപ്പം തന്നെ അല്ലേ, വെള്ളവും നമ്മൾ കുടിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. കിഡ്നി സ്റ്റോണൊക്കെ കേട്ടിട്ടില്ലേ, നന്നായിട്ട് വെള്ളം കുടിക്കാത്തത് കൊണ്ടും അതേപോലെ തന്നെ പലതരത്തിലുള്ള മൂത്രസംബന്ധ രോഗങ്ങളും വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആർക്കും കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.